ഇന്നും അതിരാവിലെ 10:30 ആയപ്പോൾ എഴുന്നേറ്റ് ശരിക്കും പറഞ്ഞാൽ കുറേയും കൂടെ ഉറങ്ങിയനെ. കാരണം ഞാൻ ഇന്ന് കിടക്കുന്നതന്നെ വെളുപ്പിന് 6 മണിയായപ്പോൾ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ അമേരിക്കൻ ടൈമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ രാത്രിയാകുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാര നടന്നേ. പിന്നെ ബോറടിച്ചു. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ കുത്തിപ്പൊക്കുക അല്ലാതെ വേറെ ഒരു വഴി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ പോയി കുത്തിപ്പൊക്കി. കൊച്ചു ഒത്തിരി താമസിച്ചാണ് കിടന്നത്. അങ്ങനെ അവനെയും കുത്തിപ്പൊക്കി. പിന്നെ അവനുമായിട്ട് കുറേ നേരം കാട്ടാ ഗുസ്തി. രസമല്ലേ അല്ലേ? ഈ രാവിലെ നമ്മൾ നല്ല ഫ്രഷ് മൈൻഡ് ആയിരിക്കുമ്പോഴേ പിള്ളേരുമായിട്ട് കളിക്കാൻ നല്ല മൂടാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും പല പല പ്രശ്നങ്ങളും പല പല കാര്യങ്ങളും വന്നു കഴിയുമ്പോഴേ ആ കളി കൂടങ്ങ് കിട്ടത്തില്ലെന്നേ. ഇനി അടുത്തതാണ് നമ്മുടെ ഫേവറേറ്റ് ടൈം, കോഫി ടൈം. നമ്മുടെ വീട്ടിൽ എനിക്ക് കോഫിയും ജേഡുനും ജസ്റ്റിക്കും ചായ കേട്ടോ. അടുക്കള വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് നമ്മുടെ ജസ്റ്റിമോൻ കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ഓഫീസിൽ പോയത്. കാരണം കാപ്പിപ്പാത്രം സിങ്കിനകത്ത് കിടപ്പുണ്ടായിരുന്നേ. ഞാൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണ്. എനിക്ക് ആ കാപ്പി കപ്പ് നിറച്ചും കാപ്പി കിട്ടിയില്ലേ ഒരു മനപ്രയാസമാണേ. അതുകൊണ്ട് ഞാൻ എന്നെ ഒന്നറിയാമോ, പിന്നെ പാലൊഴിച്ചാൽ അതിൻ്റെ ചൂട് പോകലേ, അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ആ കോഫിയുടെ മഗ് അങ്ങ് ലെവൽ ചെയ്യും. ഇങ്ങനത്തെ ഒരു അൽസൈക്കോ ആണോ നിങ്ങൾ? എനിക്കാണെങ്കിൽ ആ കോഫിയുടെ മഗ് നിറച്ച് കോഫി കിട്ടിയില്ലേ എന്തൊരു മനപ്രയാസം വന്നേ. ഇതിനെ സൈക്കോസിസിൽ പല പേരുകളും മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ കോഫി ഭ്രാന്തന്മാർ തൽക്കാലം അത് മൈൻഡ് ചെയ്യാറില്ല. ഇനി അടുത്തതാണ് ചായ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ ജേഡു ചായയുടെ ആളാണ്. ചായ ഇങ്ങനെ ചാടി പോകാൻ വേണ്ടിയിട്ട് പൊങ്ങി വരുമ്പം തീ സിമ്മിലിടുക, പിന്നെയും കൂട്ടിയിടുക, പിന്നെയും പൊങ്ങി വരിക, താഴോട്ടടിക്കുക. ഇത് തന്നെയായിരുന്നു കുറച്ച് നേരം. ഞാൻ ആ ചായയോട് പല പ്രാവശ്യം ചോദിച്ചു, നിനക്ക് തിളച്ച് ചാടണമെന്ന് ഉണ്ടടാ പറയടാ. കാരണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ചായപാത്രവും ഞാനും തമ്മിലുള്ള കിടപ്പാത്രം ശരിയല്ലെന്ന്. ഇന്ന് ഞാൻ ചായനെ മൂക്കൊണ്ട് ഇന്ന വരപ്പിച്ച ചായപാത്രത്തിന്. ആഹാ, നമ്മുടെ അടുത്താണ് കളി. ഇനി മേലാ തിളച്ച് പോലെന്ന് ഒരു ലാസ്റ്റ് വാണിംഗും കൂടെ കൊടുത്തു. അങ്ങനെ തിളച്ച് തൂവാൻ തയ്യാറ് നിന്ന ചായപാത്രത്തിനെ മാനസികമായി പീഡിപ്പിച്ചു ഞാൻ. ഇനി ആ ചായപാത്രത്തിൻ്റെ ജന്മത്തിൽ ആ ചായപാത്രം തിളച്ച് തൂവി ആ കുക്കിംഗ് റേഞ്ചിനെ മണ്ടലോട്ട് വീഴത്തില്ല. പല പ്രാവശ്യം ഞാൻ വെറുതെ വിട്ടു. പല പ്രാവശ്യം ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചാ അപ്പോൾ നമ്മുടെ തലയിൽ കയറി നിരങ്ങുന്നോ. ക്ഷമിക്കുന്നതിനും ഇല്ല ഒരു പരിധി അല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ലേ എൻ്റെ ഒരു പിരി വഴിയൊക്കെയോ പോയെന്ന്. അത് രാത്രി ഒട്ടും ഉറങ്ങാതിരുന്നിട്ടേ രാവിലെ നേരത്തെ എഴുന്നേറ്റേൻ്റെ ആട്ടോ. സാരമില്ല. അപ്പം ശരിയെന്നാൽ പോയച്ചു വരാം.